ഹൈ ഹൈ, ഇതെന്താ കഥ? നോമിക്കൊല്ലോം പരോളിനിറങ്ങിയത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലോ അതോ പട്ടികളുടെ സ്വന്തം കൂട്ടിലോ? നാരായണ നാരായണ, ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ നിന്റെ തുണ. അല്ല മാലോകരെ, നമുക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കാനട്ടോ. ലോകം AI യുഗത്തിലേക്ക് കാലുകുത്തിയിട്ടും ഇവിടെ നാട്ടിൽ ഈ നായശല്യത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇത്തവണ നോം നിങ്ങളെ കാണാൻ വന്നത് വെറും കൈയോടെ അല്ലാട്ടോ. ഇപ്രാവശ്യം നിങ്ങൾക്കൊരു സമ്മാനവുമായിട്ടാണ് നോം വന്നിരിക്കുന്നത്. ഒരു ഓണ സമ്മാനം. അതെന്താന്നറിയാമോ? ഒരു കഥ. നോം ഇവിടെ പറയാൻ പോകുന്ന കഥയിലെ നായകൻ ഒരു പാൽ കച്ചവടക്കാരനാണ്. അവിടെ ഒരു പാൽക്കാരൻ ഉണ്ടായിരുന്നു. പേര് പളനിയപ്പൻ. பாட்டு கட்டி ஆட போறேன், வந்தேண்ட பால்காரன், அடடா பசு மாட்ட பத்தி பாட போறேன், புது பாட்டு கட்டி ஆட போறேன். എടോ പളനിയപ്പാ, വന്ന് വന്ന് തന്റെ പശുവും പാലും വെളുത്തു നിറമുള്ള വെള്ളം മാത്രമായല്ലോ. അതെ അതെ, ഇതിനെ പാലെന്ന് പറയാൻ പറ്റോ? വെറും വെള്ളം മാത്രം. ഇയാളല്ലാതെ ഈ ഗ്രാമത്തിൽ വേറെ പാൽക്കാരനില്ലെന്നറിയാം. അതാ ഇയാൾക്ക് ഇത്ര അഹങ്കാരം. ഞാൻ വിൽക്കുന്ന പാൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. കണ്ടല്ലോ, ഇതാണ് പളനിയപ്പയുടെ സൂത്രം. ആ ഗ്രാമത്തിൽ വേറെ പാൽ കച്ചവടക്കാർ ഇല്ലാത്തത് കൊണ്ട് പാലിൽ അമിതമായി വെള്ളം ചേർത്ത് പാവം ഗ്രാമീണരെ ചതിച്ച് അമിതമായി ലാഭം കൊയ്തു. അങ്ങനെ 10 വർഷമെങ്കിലും സുഖമായി ജീവിക്കാനുള്ള പണമായി. ഇതിന്ന് കുറച്ചെടുത്ത് നമുക്ക് ആദ്യം ഒരു വിനോദയാത്രയ്ക്ക് പോവാം. എന്റെ നാത്തൂൻ പറഞ്ഞേക്കുന്നത് പുറത്ത് നല്ല നല്ല കാഴ്ചകളുള്ള നാടുകളുണ്ടത്രേ. അവിടെയൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതിനെന്താ, എന്റെ നല്ല പാതിയുടെ ആഗ്രഹം. ഞാനല്ലാതെ വേറെ ആരാ നടത്തി തരണത്? നമുക്ക് ടൂറിന് നാളെ തന്നെ പോകാം. പക്ഷേ ഈ പണക്കിഴി ഇവിടെ വെച്ചിട്ട് പോകാൻ പാടില്ല. വല്ല കള്ളന്മാരോ അത് കട്ടുകൊണ്ട് പോയാൽ തീർന്നില്ലേ എല്ലാം? അത് ശരിയാ. പണം വീട്ടിൽ വച്ചിട്ട് പോയാൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. നമുക്ക് ഈ കാശ് കൂടെ കൊണ്ടുപോകാം. അങ്ങനെ പണം കുമിഞ്ഞു കൂടിയപ്പോൾ പളനിയും ഭാര്യയും കൂടി ഒരു യാത്ര പോയി. മാണിക്കച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിന്നാനേ. 10 വർഷം എങ്കിലും സുഖമായി ജീവിക്കാനുള്ള പണമായി. ഇതീന്ന് കുറച്ചെടുത്ത് നമുക്ക് ആദ്യം ഒരു വിനോദയാത്രയ്ക്ക് പോവാം. കണ്ടല്ലോ, ഇതാണ് പളനിയപ്പയുടെ സൂത്രം. ആ ഗ്രാമത്തിൽ വേറെ പാൽക്കാരൻ ഇല്ലാത്തത് കൊണ്ട് പാലിൽ അമിതമായി വെള്ളം ചേർത്ത് പാവം ഗ്രാമീണരെ ചതിച്ച് അമിതമായി ലാഭം കൊയ്തു. അങ്ങനെ 10 വർഷമെങ്കിലും സുഖമായി ജീവിക്കാനുള്ള പണമായി.
പക്ഷേ അവരെ ഒരു ദുരന്തം കാത്തിരിപ്പുണ്ടായിരുന്നു. എടാ നോക്ക്, ആ കിഴി ഉറക്കത്തിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അതിൽ കാര്യമായ എന്തോ ഉണ്ട്. ശരിയാ, ആ കിഴിയിൽ സ്വർണ്ണ നാണയങ്ങളായിരിക്കും. എങ്കിലത് അടിച്ചു മാറ്റണം. അത് കിട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും ആയുസ്സിൽ വേറെ പണിക്ക് പോകേണ്ട കാര്യമില്ല. ജീവൻ പോയാലും ശരി, ആ കിഴി എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും. എങ്കിൽ ശബ്ദമുണ്ടാക്കാതെ വേഗം വാ. കള്ളന്മാരും കുറെ പെറുക്കിക്കൊണ്ട് പോയല്ലോ ആണ്ടവാ. അയ്യോ അയ്യോ, കുറെ കാശ് വെള്ളത്തിൽ പോയല്ലോ. ഇനി അത് പെറുക്കി എടുത്തിട്ട് എന്ത് കാട്ടാനാ? വെള്ളത്തിൽ പോയ കാശ് ഇനി എങ്ങനെ മുങ്ങിയെടുക്കും? പാലിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ചേർത്താണല്ലോ നമ്മൾ ഈ കാശൊക്കെ സമ്പാദിച്ചത്. വെള്ളം കൊണ്ട് കിട്ടിയ കാശൊക്കെ വെള്ളത്തിലും പോയി, കള്ളന്മാരും കൊണ്ടുപോയി. ശരിക്കുമുള്ള പാലിന്റെ കാശ് കരയിലും കിട്ടി. കള്ളത്തരം കൊണ്ട് നേടുന്നതൊന്നും ഉതകില്ലെന്ന് സാരം. സത്യസന്ധതയാണ് എന്നും ശരി. സത്യം കൊണ്ട് നേടുന്നതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ ഓണാശംസകൾ. ഒന്നാമോണം പിന്നെ രണ്ടാമോണം മൂന്നാമോണം പിന്നെ രണ്ടു നണ്ണം പാലട പ്രഥമനിനി വേണം ചക്കര വരട്ടി തിന്നിടണം. ഒന്നാമോണം പിന്നെ രണ്ടാമോണം മൂന്നാമോണം പിന്നെ രണ്ടു നണ്ണം പാലട പ്രഥമനിനി വേണം ചക്കര വരട്ടി തിന്നിടണം.